നീ ഇവിടെ ആദ്യമായിട്ടല്ലേ? അയ്യോ ഇവളെ കാണണമെന്ന് നീ പറഞ്ഞു അറിഞ്ഞപ്പോ തന്നെ എന്റെ കൂടെ ചാടി പുറപ്പെട്ടേക്ക് പോകുന്നു. പിന്നെ ഞാനും കരുതി എപ്പോഴാണെങ്കിലും ഇവിടെ തന്നെ വന്നിരിക്കണോളല്ലേ. നീ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി വല്ലതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് സണ്ണി വിളിച്ച് പറഞ്ഞായിരുന്നു. മറ്റാരും അല്ല, നമ്മുടെ ചാക്കോയും പിള്ളേരുമാ. അവന്മാർക്കാണ് എന്നെ കണ്ടോണ്ടിരിക്കണം. എന്ത് ചെയ്യാ? എപ്പോഴും ദേഷ്യം മാത്രമുള്ള ആള് എന്നെ തന്നെ കാണണമെന്ന് പറഞ്ഞ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. ഇതെന്റെ റിലേറ്റീവ് ആണ്. ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇരിക്കും. ആരും അറിയാതെ കുറെ പണം കിട്ടാൻ അയാൾ എന്താ കുഴിച്ചെടുത്താണോ? നീ സത്യം പറഞ്ഞോ? അച്ഛനെയും മോളെ ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. വേണ്ട, ഇങ്ങനെ വിളിച്ച് കളിയാക്കുന്നതിനേക്കാൾ ഭേദം അതാ. നളിനി പ്ലീസ്, നിന്നോട് എനിക്കൊരു പ്രശ്നമില്ല. ആ തന്തയുടെ മോളായി പോയതാ അന്നും ഇന്നും എന്റെ പ്രശ്നം. എല്ലാം എനിക്ക് നിന്നോട് തുറന്നു പറയാൻ പറ്റില്ല. സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം എനിക്കുണ്ട്. അതുകൊണ്ട് ചോദിക്കുക, സത്യം പറ. പണം എവിടുന്നാന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, അത് നേരായ രീതിയിൽ കൂടിയല്ല. പിന്നെ ആരോടും ഒന്നും പറയരുതെന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പണ്ടേ ഇങ്ങനെയാണല്ലോ, എന്ത് കാര്യത്തിലും ജയിക്കണം. ജയിച്ചാ പോലും എന്നെ കുറെ ചീത്ത വിളിക്കും. എന്നിട്ട് ഞാൻ കരയുന്നത് കണ്ട് ആനന്ദിക്കും. എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുമ്പോ ഒന്ന് പറയണേ, ഞാൻ പോവാ. ആ കണ്ണു കുറച്ചിട്ട് പോ. സാജൻ സാറിന്റെ ഇമേജ് ഞാൻ തകർക്കില്ല. പോരെ. എന്റെ മൂഡാകെ പോയിരിക്കുക. ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാലേ നിന്റെ ഉള്ള മൂഡ് കൂടി പോവും. എണീറ്റ് പോടാ അവിടുന്ന്. വാമന മഹാബലിയെ ചവിട്ടി പിടിച്ച പോലെ നിന്റെ തന്തയെ 3 പേര് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അയ്യോ, ആ 999 വണ്ടിയുടെ ഓണർമാരല്ലേ, അവർ 2 ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്കിൾ ഉടക്കി. മൂഡ് ഒന്നുകൂടി പോയോ? അതൊരു തല്ല് കിടത്താനുള്ള മൂഡ് വന്നോ? അവന്മാരെ നേരി കണ്ട പ്രശ്നമാ. നിന്നെ ഒരു കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ പ്രശ്നം? തല്ലിനും വഴക്കിനൊക്കെ പോയ ആകെ അലമ്പാവും. തറകളാ. അയ്യോ അയ്യോ, ദ്രോഹികളെ, കാലൊന്ന് ഇളക്കി ചവിട്ടാ. ആദ്യം പൈസ കൊണ്ട് ഇളക്ക്, അന്നത്തെ 5 കാലും ഇളക്കാം. എടാ അല്ലേ, കഴുത്തി ചവിട്ടുമ്പോ നോക്കണം, കാറ്റ് പോവും. മോനെ, മക്കളെ, അച്ഛനെ രക്ഷിക്കടാ. ഈ നരസിംഹനെ ചവിട്ടി കൊല്ലുന്നു. അപ്പൊ ഇതാണല്ലേ മോൻ. മോനെ, അച്ഛൻ എന്ത് ചെയ്യണം? ആദ്യം അച്ഛനെ വിട്, എന്നിട്ട് സംസാരിക്കാം. ആ പറഞ്ഞത് ന്യായം. കണ്ടിട്ട് ഒരു മര്യാദ രാമനാണെന്ന് തോന്നുന്നു. കാലെടുത്തോടെ. എടുത്തോ. ഇത് 1 ലക്ഷം രൂപയുടെ ചെക്കാ. ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ വീണ്ടും കാശ് ചോദിക്കുന്നത് തെണ്ടിത്തരാന്നാ പറയാ. പക്ഷെ ഞാനത് പറയുന്നില്ല. എന്നാ ഞങ്ങളും തെണ്ടിത്തരം പറയുന്നില്ല. അച്ഛന്റെ തലയിലിരുന്ന സാധനം. എടാ, ഈ കടലാസ് ഒപ്പിട്ട് തരാൻ പറ. ഒപ്പിടിപ്പിച്ച് അവരെ വിട്ടേക്ക്. ഇന്നാ ഒപ്പിട്. ഞാൻ കുട്ടമ്പിള്ള സാറ്. നിങ്ങൾ ആരാ മിസ്റ്റർ ഇതിനകത്തേക്ക് കയറ്റി വിട്ടത്? എന്നെ എങ്ങും ആർക്കും ഒരിക്കലും തടയാൻ പറ്റിയിട്ടില്ല. കുട്ടമ്പിള്ള സാറിന് തോന്നുന്നത് കുട്ടമ്പിള്ള സാർ ചെയ്യും. അതെന്റെ സീറ്റാ. നീ ജനിച്ചപ്പോഴേ കൊണ്ടുവന്നാണോ ഈ കസേര? തന്നോട് ആരാ പറഞ്ഞു അതീ കയറിയിരിക്കാൻ? അതും എനിക്ക് തോന്നിയതാ. എണീക്കണം മിസ്റ്റർ, അതിന് എണീക്കാൻ. പറയാനുള്ളത് പറഞ്ഞിട്ട് പോയേക്കാം. അതും കുട്ടമ്പിള്ള സാറിൻ്റെ ഒരു രീതിയാണ്. ആ, വിവേകം എത്തിയല്ലോ, കൂട്ടുകാരനും കേൾക്കട്ടെ. ഞാനൊരു സീരിയൽ നിർമ്മിക്കുന്നു. നല്ല ഉഗ്രൻ കഥ, സമൂഹത്തിലെ പുത്തൻ പണക്കാരെ കുറിച്ചുള്ള ഒരു കഥ. പേര് വിട്ടു, 1.5 കോടിയും ഒരു കുരങ്ങനും. സാജനെ അതിലെ നായകനായി വിളിക്കാൻ വന്നതാ. നിനക്കാവുമ്പോ ആ റോൾ അഭിനയിക്കേണ്ടി വരില്ല, ജീവിക്കാം, പുത്തൻ പണക്കാരനായി ജീവിക്കാം. എന്താ, സമ്മതമല്ലേ? തന്റെ ഒരു കുന്തു ഇവിടെ വേണ്ട. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഞാൻ പോവാ. പക്ഷേ ഒന്ന് പറഞ്ഞേക്കാം, നീ അഭിനയിക്കും, എൻ്റെ സീരിയലിൽ നീ അഭിനയിക്കും. ഇല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് നിന്റെ ചലനങ്ങൾ ഞാൻ രഹസ്യമായി ഷൂട്ട് ചെയ്യും. എന്താണെന്നറിയോ, ഞാൻ എഴുതിയ കഥയും നിന്റെ കഥയും ഒന്നാണ്.
ഐ ആം ഹിയർ. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പുറച്ചപ്പോ ഒന്ന് താഴെ കിടക്കണം എന്ന് തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ. സർ സർ ഞാൻ സർ എന്താ സാറേന്ന് വിളിച്ച് പഠിക്കണോ? ഞാൻ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. നിങ്ങളെ പോലെ എടാ പോടാന്നൊന്നും വിളിക്കാറില്ലല്ലോ. വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പാർവതി വിവേകം കൂടി എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞതാ. എന്നാ പിന്നെ അവരെഴുതി തന്ന ഡയലോഗ്സ് വൃത്തിയായി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ. എന്തിനാ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ ടെൻഷൻ ആവുന്നത്? ചെറിയ പ്രശ്നങ്ങളല്ല, അതൊക്കെ വേണ്ടപ്പെട്ടവരോട് കൂടി പറഞ്ഞൂടെ? വേണ്ടപ്പെട്ടവരൊക്കെ ആരാന്നാ ഇപ്പൊ എന്റെ സംശയം. ചിലപ്പോ തോന്നും ആരും വേണ്ടപ്പെട്ടവരല്ലെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടത്? വിവേക് ഉറപ്പിച്ച ഡീൽ ഇന്ന് നടത്തണം. എന്നാ അവരോട് ചെന്ന് പറഞ്ഞേക്ക് ഞാനെല്ലാം മതിയാക്കി. എനിക്ക് വയ്യ ഇത്രയും ഭാരം താങ്ങാൻ. നിങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങ് നടത്തിയാൽ മതി. ഇനി അതിലാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകുന്നില്ല, എനിക്ക് വിരോധമില്ല. നിന്റെ കാര്യം കൂടി ചേർത്താ പറഞ്ഞത്. എന്നെ അന്വേഷിച്ച് ഇനി ആരും എങ്ങും വരണ്ട. എക്സ്ക്യൂസ് മീ സാർ, എന്താ എടുക്കണ്ടേ? കുടിച്ച ഉടനെ ബോധം പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ സാർ. സുരേഷേ, നമ്മുടെ സ്ഥിരം ബ്രാൻഡിൽ നിന്ന് എടുത്തു. മുളകെ കുറുക വേണ്ട, ചീകി നീളത്തിലിടണം. ഓ പെട്ടെന്ന് അല്ലേ. മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ് അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ SI പവന്. ഹലോ ഹലോ, മൂത്രം ഒഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ ഒഴിച്ചോളാം. ആ, ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ച്. കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റേ, തന്റെ ഓർമ്മശക്തി ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാറിനകത്ത്. ബാക്കി ഞാൻ പറയാം. സമ്മതിക്കത്തില്ല. ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്തൊരുത്തം കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മത്തകുത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഗ്ഡെ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. പുള്ളിയെ പോലെ ഇല്ലേ നോക്കിയേ. രാമകൃഷ്ണ ഹെഗ്ഡെ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാറേ. സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചേ. ആ, ഭാഗ്യം അയാള് പോയി. അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാൾ വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. വെള്ളം അടിക്കാനാണെങ്കിൽ ഞാനും കൂടുമായിരുന്നല്ലോ. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? സമാധാനം അന്വേഷിച്ച് പുറപ്പെട്ടതാ. എല്ലാം നമ്മൾ ഒന്നിച്ചല്ലേ ചെയ്തത്, പിന്നെ നിനക്ക് മാത്രമായിട്ട് എന്താ സമാധാനക്കേട്? നിക്ക്. പ്രശ്നങ്ങൾ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. കണ്ടില്ലേ ഓഫീസിൽ നടന്നോക്കെ? ഓഫീസിൽ നടന്ന മാത്രമല്ല നിന്റെ പ്രശ്നം, നിനക്ക് വേറെന്തോ പറ്റിയിട്ടുണ്ട്. പറ്റിയിട്ടുണ്ട്. അത് ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറയേണ്ട കാര്യമില്ല. പറയേണ്ട കാര്യമുണ്ട്. എല്ലാം നമ്മൾ ഒന്നിച്ചാ തുടങ്ങിയത്. സ്വന്തമായിട്ടുള്ള പലതും വേണ്ടെന്ന് വെച്ചിട്ടാ ഞാനും വന്നത്. ഇപ്പൊ വെറും ശമ്പളക്കാരനെ പോലെ നീ എടുത്ത് സംസാരിക്കരുത്. ശമ്പളക്കാരൻ തന്നെയാ നീയും ഇവളും. നിങ്ങൾ എന്തെങ്കിലും മുതൽ മുടക്കിയിട്ടുണ്ടോ? എല്ലാം എന്റെയാ. അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ഇത്രയും കാലം വർക്ക് ചെയ്തതിന് നഷ്ടപരിഹാരം വല്ലതും വേണോ? അതും തരാം. അല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തേക്ക്. എന്റെ മുടക്കു മുതൽ മാത്രം അങ്ങ് തന്നാ മതി. ഏതാന്ന് വെച്ചാ തീരുമാനിച്ച് പറഞ്ഞോ, ഞാൻ വന്നേക്കാം.
അവനെ പറഞ്ഞു മനസ്സിലാക്കി തിരികെ കൊണ്ടുവരാം. അപ്പൂപ്പ കുന്തം വിഴുങ്ങി പോലെ നിൽക്കാതെ മൂപ്പലെ. വിഷമം എല്ലാവർക്കും വരും. കാശുണ്ടാക്കാൻ ഏത് പട്ടിക്കും കഴിയും. ദേ എന്റെ മുതലാളി നോക്കിക്കേ, കൊള്ളപ്പലിശ വാങ്ങിച്ചില്ലേ പൈസ ഉണ്ടാക്കുന്നേ. സത്യത്തില് വിഷമം എനിക്കുമുണ്ട്. അയാൾ ശമ്പളം തരുമ്പോ എനിക്ക് എന്റെ ജോലി ചെയ്തല്ലേ പറ്റൂ. അക്കനെവിടെ? അക്ക അപ്പൂപ്പന്റെ മുഖം കണ്ട വീണ്ടും ക്ലച്ച് പിടിക്കുന്ന ലക്ഷണമാ. പക്ഷെ ഈ തള്ളയുടെ മുഖം കണ്ട ഒരു ദരിദ്ര ലുക്ക. കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ നീ ഒരു ഭാഗ്യ ദേവതയെ കൊച്ചേ. നീ കോടികൾ കൊണ്ടുവരും. ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. 2 മാസത്തെ പലിശ തന്നതാ, ബാക്കിയും തരും. ജീവൻ ഉണ്ടെങ്കിൽ തരും. അതിന് ജീവനില്ലല്ലോ. ജീവനുള്ള ആളാണെങ്കിൽ 2 കൊല്ലം മുമ്പ് ചത്തും പോയി. ആകെ ഇയാൾക്കുള്ള ഇത്തിരി ശ്വാസവാ. ഡോ കട്ടപ്പുറത്താവുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്റെ മുതലാളി ഒരു സേലത്തുകാരൻ, വീരപാണ്ഡ്യൻ, പണക്കാരനാ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പട്ടി. പക്ഷേ മോനൊരു ചുള്ളന. ഞാൻ പറഞ്ഞില്ലേ ഈ കൊച്ചു കോടികൾ കൊണ്ടുവരുമെന്ന്. ആ ഇനി അണ്ണാച്ചി 10 പൈസ മുടക്കണ്ട. ഈ കൊച്ചിനെ ആ ചെക്കന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റും. അവൻ കാറിൽ ഇരിപ്പുണ്ട്, ഞാനവനെ വിളിക്കാം. அந்த பொண்ணங்க தாத்தாவா எங்க? நீ ரொம்ப அழகா இருக்கு. പുറത്തിറങ്ങടാ, ഇറങ്ങ. ഇതിനേക്കാ മൂർച്ചയുള്ള 4-5 എണ്ണം പുറത്തെന്റെ വണ്ടിയിലുണ്ട്. അക്കരത്ത് പിടിച്ചോണ്ട് വിറക്കാനേ പറ്റൂ. ഞാനതൊന്ന് എടുത്താലുണ്ടല്ലോ അരിഞ്ഞുകളയെല്ലാത്തിനെയും. ഇപ്പം പോവാ. കുടുംബം ഒന്നോടെ കുളം തോണ്ടാനുള്ള തീരുമാനത്തോടെ തിരിച്ചു വരും. പുല്ലുകളെ രക്ഷപ്പെടുത്താൻ നോക്കിയതാ. വേണ്ടെങ്കിൽ വേണ്ട, വാടാ. എനിക്ക് വലിയ പഠിപ്പും പത്രാസൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പോലെ കംപ്ലീസ് എന്നോ ഐ ആം സോറി എന്നൊന്നും പറയാൻ അറിയില്ല. ആകെ അറിയാവുന്നത് സ്നേഹിക്കാന്. പിന്നെ ദേഷ്യം വരുമ്പോ വല്ലതൊക്കെ വിളിച്ചു പറയും. അത് കേൾക്കണ്ടെങ്കിൽ പൊയ്ക്കോ. ആന്റി, ഞങ്ങൾ ആരും സാജനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കിട്ടുന്ന കാശ് കുറവായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. നിങ്ങളുടെ കൂടെ ചേർന്നിട്ടാ. വേറെ ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ആന്റി, ഞങ്ങൾക്ക് അവനെ ഒന്ന് കണ്ടേ പറ്റൂ. ഞാൻ അവനോട് പൂട്ടി വെച്ചിട്ടൊന്നുമില്ല. അവന്റെ അമ്മയാ ഞാൻ. ഈ ഞാനും എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് ദിവസം 4-5 അവൻ എവിടെയാന്ന് വെച്ച് പോയി കണ്ടുപിടിച്ചോണ്ട് വാ. ചെല്ല്. മതി മക്കളെ, മതി. ഒന്നിച്ചൊരു യാത്ര പുറപ്പെടുമ്പോ എല്ലാവരും കൂടി സന്തോഷത്തോടെ ആവാന്ന് കരുതി. അതാ ആടാനും പാടാനും ഒക്കെ മുത്തച്ഛൻ പറഞ്ഞത്. മതി. കുറെ നാളായി എന്റെ മക്കൾ പാലിന്റെ നിറം കണ്ടിട്ട്. ദാഹം തീരോളം കുടിക്കാൻ അമ്മ വാങ്ങിയിട്ടുണ്ട്.